ഞാൻ ഡോക്ടർ MP മണി. ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന ആരോഗ്യ നിലവാരം ലോകാരോഗ്യ സംഘടന വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള മോഡൽ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ചിത്രമൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഓരോ കൊല്ലവും ഓരോ പേരുള്ള പകർച്ചപ്പനികൾ മലയാളികളെ വിറപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ചിലവാകുന്നത് കേരളത്തിലാണ്. പ്രമേഹ രോഗികളുടെ കാര്യം പറഞ്ഞാൽ ലോക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ ആശങ്കപ്പെടുന്നത്. അതുപോലെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ അതിപ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട്. അത് ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്, ആയുർവേദത്തിലുണ്ട്, ഹോമിയോപ്പതിയിലുണ്ട്, പ്രകൃതി ചികിത്സയിലുണ്ട്, യുനാനിയിലുണ്ട്, സിദ്ധയിലുണ്ട്, എല്ലാ വൈദ്യശാസ്ത്രങ്ങളിലും നിരവധി പേരുണ്ട്. അതുപോലെ തന്നെ ചിലവ് ഒരുപാട് കൂടിയ ആശുപത്രികളുണ്ട്, ചിലവ് കുറഞ്ഞ ചികിത്സ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട്. ഇതിനെല്ലാം പുറമെ സൗജന്യമായി ചികിത്സ കിട്ടുന്ന ആശുപത്രികളുണ്ട്, കോളേജുകളുണ്ട്. അത് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഉണ്ട്. പക്ഷേ ഇവിടെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, സമ്പന്നർ, ഇവരൊക്കെ രോഗം വരുമ്പോൾ നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മളാരും ചർച്ച ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് വൈദ്യശാസ്ത്ര രംഗത്തുണ്ടാകുന്ന പുതിയ അറിവുകൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ എത്തുന്നതിന് ചുരുങ്ങിയതൊരു 10 വർഷം മുമ്പ് അമേരിക്കയിൽ അത് വന്നിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഈ ആശുപത്രികളെന്ന് പറയുന്നത് രോഗത്തിന് ചികിത്സിക്കാനുള്ള സംവിധാനം മാത്രമല്ല, പുതിയ അറിവുകൾ കണ്ടെത്താനുള്ള സംവിധാനം കൂടിയാണ്. നമ്മൾ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അത് ചികിത്സ മാത്രമല്ല. ചികിത്സ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രോഗം മാറിയാൽ മാത്രം പോരാ, ആ രോഗിയുടെ ആരോഗ്യം കുറയരുത്, വേറൊരു രോഗം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ നമ്മുടെ നാട്ടിലതൊന്നും കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് അറിയില്ല. അമേരിക്കയിൽ എങ്ങനെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ ഈ ക്ലിനിക്കൽ ട്രയൽ ചികിത്സയോടൊപ്പം നടക്കുന്നുണ്ടെന്നാണ്. ഡോക്ടർമാർ അത്ര ആത്മാർത്ഥമുള്ളവരാണ് ഈ വൈദ്യശാസ്ത്രത്തോടെ രോഗികളോട്. അതുകൊണ്ട് അവിടെ ഒരു അറിവ് പ്രാവർത്തികമായി ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ രാജ്യത്തോ മറ്റു രാജ്യങ്ങളിലോ പ്രാവർത്തികമാക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത് ഇപ്പോൾ എടുത്തു പറയാനൊരു കാര്യം, പ്രമേഹ ചികിത്സയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ പുതിയ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്തില്ല. അത് ഈ പ്രമേഹ രോഗികൾക്ക് പ്രമേഹത്തിരുന്ന് കഴിക്കുന്ന മരുന്നുകളൊന്നും കഴിക്കേണ്ടതെന്നാണ് ആ സിദ്ധാന്തത്തിൽ പറയുന്നത്. വളരെ ലളിതമായി മാറാവുന്ന സംവിധാനമാണത്. പക്ഷേ നമ്മുടെ നല്ല ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ ചർച്ച ചെയ്യാൻ പോയാലുള്ള ഒരു അപകടം, ഞാനൊരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. അപ്പോൾ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്തും അതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശാസ്ത്രവും ഗവേഷണവുമാണ്. അങ്ങനെ ഞങ്ങളുടെ ഷൊർണൂർ അന്ന് പഞ്ചായത്തായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഡോക്ടർ KPN മേനോൻ ആസ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പുതിയ സിദ്ധാന്തം കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ അത് കേന്ദ്ര ആയുർവേദ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരു റിസർച്ച് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തത്. അതിവിടെ അട്ടിമറിക്കപ്പെട്ടു. നമ്മുടെ ആയുർവേദ ലോബി നിസ്സാര കാര്യമൊന്നുമില്ല, അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഗുണ്ടായിസം, കൊട്ടേഷൻ, അസഭ്യം, ഇതെല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയാനുള്ളൊരു കാര്യം, ഈ ആരോഗ്യമെന്ന് പറയുന്നത് ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ജനങ്ങൾക്ക് ലഭ്യമാവേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ജനപ്രതിനിധികളോടോ രാഷ്ട്രീയ നേതാക്കളോടോ പോയി പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് കക്ഷി രാഷ്ട്രീയത്തോട് മാത്രമാണ് താല്പര്യം. എൻ്റെ ഗവേഷണ പദ്ധതി അട്ടിമറിച്ച എൻ്റെ എല്ലാ രേഖകളും പത്രവാർത്തകളും സഹിതം 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡ് തപാലിൽ അയച്ചു കൊടുത്തു. 3 വർഷം കഴിഞ്ഞ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മറുപടി വന്നു, ഞാൻ ഡോക്ടറാണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന വ്യക്തിയാണ്, ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. ഇതാണ് ഗവേഷണത്തിൻ്റെ കാര്യം ഇന്ത്യയിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഈ ആഗോളതലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പുതിയ അറിവുകൾ ഇവിടെ അതാത് കാലത്ത് തന്നെ ഡോക്ടർമാർ പഠിച്ചിരിക്കണം, ഇവിടെ അത് പ്രയോജനപ്പെടുത്തണം. നമുക്കൊരു പുതിയ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പോകാമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പുതിയ ഗവൺമെൻറ്.
ഇവിടെ എനിക്ക് മെഡിക്കൽ കോളേജുകൾ ആവശ്യമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോളതലത്തിൽ പുറത്തു വരുന്ന പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പുതിയ അറിവുകൾ അതാത് കാലത്ത് തന്നെ ഇവിടെ ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കൊരു ആരോഗ്യ കേരളം, ആരോഗ്യമുള്ള ജനത യാഥാർത്ഥ്യമാവും.